ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. പിന്നെ എന്തായാലും റമദാനിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും എനിക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട് എല്ലാ നോമ്പിലും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പരിപാടികൾ തുടങ്ങാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനാണ് കേട്ടോ, ജ്യൂസിലൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ക്യാരറ്റിൻ്റെ തൊലി കളയട്ടെ. എല്ലാ പ്രാവശ്യവും വിചാരിക്കുന്ന പോലെ ഇത്തവണത്തെ നോമ്പിന് നമുക്ക് ഹെൽത്തി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതെല്ലാ പ്രാവശ്യവും വിചാരിക്കലുണ്ട്. കുറേയൊക്കെ ഹെൽത്തി ആവും. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ എണ്ണക്കടികളും ഇതൊക്കെ ഉണ്ടാവും ചെയ്യും. അതൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ഇതെല്ലാം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു വിസിലൊന്ന് വേവിച്ചെടുക്കുക. അടുത്ത് നമുക്ക് ബീട്രൂട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിക്കണം. വലുത് നോക്കിയെടുത്തതാട്ടോ, എന്നാൽ പിന്നെ കുറച്ചല്ലേ തൊലി കളയാനുണ്ടാവുള്ളൂ. മറ്റേത് ചെറുതാവുമ്പോൾ തൊലി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ക്യാരറ്റ് മാത്രം ജ്യൂസ് അടിക്കാനും അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ കൂട്ടിയിട്ട് അങ്ങനെയും ജ്യൂസ് അടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മധുരത്തിന് പകരം ഡേറ്റ്സ്, ഈത്തപ്പഴം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഞാനിതിൻ്റെയൊക്കെ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഉള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയൊക്കെ കുറേ മുന്നത്തെ ഒരു റമദാനിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് ഞാൻ മീഡിയ വണ്ണിലൊരു പരിപാടി, മീഡിയ വണ്ണിൽ തരിക്കഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമിൽ നമ്മളുടെ ഒരു 3 റെസിപ്പിയാണ് തോന്നുന്നു. എന്തായാലും കുറച്ച് മുന്നേ, ഒരു 4-5 വർഷം മുന്നേയൊക്കെ ആയിരിക്കും. ആ ഒരു സമയത്ത് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. നോമ്പാകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എത്ര ഇനി ഇപ്രാവശ്യം കുറച്ചേ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് സ്നാക്സും ഉണ്ടാക്കേണ്ടി വരും, ജ്യൂസും. അവരതൊക്കെ പ്രതീക്ഷിച്ചിട്ടിരിക്കും. കുറേയൊക്കെ നോമ്പൊക്കെ നോക്കണുണ്ടാവാം. പിന്നെ നമുക്ക് തന്നെ അവർ നോമ്പെടുക്കണല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഭയങ്കര സിമ്പിളാക്കാനും കഴിയൂല. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ ചിലരൊക്കെ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് അല്ല, ചിലർ പറയും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ, അത് അപ്പാണ് ഉണ്ടാക്കണല്ലേ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയലുണ്ട്. പക്ഷേ ചിലർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആകും. കാരണം നമ്മൾ ജോലിക്ക് പോണ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പം അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ടിപ്സ് ആയിക്കോട്ടെ. നമ്മളെ ചാനൽ കാണുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പം ഇതൊക്കെ പലരും കാണിക്കുന്നത് തന്നെ ആവും. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഓർക്ക് യൂസ്ഫുൾ ആവും. എനിക്കെന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ദിവസമാണെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ഒന്ന് പെട്ടെന്നൊക്കെ പണി തീർത്ത്, നോമ്പാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈം ഖുർആൻ ഓതാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ആക്കണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണ് ശരിക്കും നല്ലത്.
ഇത് നമുക്ക് തരിക്കഞ്ഞി തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കറിയൊക്കെ വറവിടാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണത്. ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുക്കട്ടെ. ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം 1, 2, 3 ദിവസം, ലാസ്റ്റത്തെ 10 ദിവസത്തിനൊക്കെ ഉള്ളൂ പിന്നെ ബാക്കി വരില്ല, പിന്നെ ഉണ്ടാക്കേണ്ടി വരില്ലേ. അപ്പം ഇതൊക്കെ മാക്സിമം ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടാക്കും കേട്ടോ. കുറച്ചും കൂടി സവാള എടുക്കണം കേട്ടോ, അത്രയല്ല. ഇനി ഇത് തരിക്കഞ്ഞിയിലേക്കുള്ള ഉള്ളി മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ചധികം നെയ്യ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ഫുഡ് പ്രോസസ്സറിനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഉണ്ടാകുമ്പോഴൊക്കെയാണ് നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആയതിങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മുന്തിരി ഒന്ന് കഴുകിയിട്ട് അതും ഇട്ട് കൊടുക്കട്ടെ. ഇതിൽ നമുക്ക് തരിക്കഞ്ഞിയിലേക്കുള്ള റവ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ സാധാരണ റവ വറുത്ത് വെക്കലില്ല, പക്ഷെ അങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും നല്ലതാണ്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വറുക്കലാണ്. അപ്പോൾ ശരിക്കും തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിനാണ് പിന്നെ കുറച്ച് സമയം എടുക്കലും. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് വറുത്ത് വെച്ച് റെഡിയാക്കട്ടെ. കഴുകിയ മുന്തിരി ഇതിലേക്ക് ഇടുകയാണ്. ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരുമിച്ച് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ എല്ലാം ചതച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് സ്ക്വയർ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എടുത്തിട്ടാണ് ഇത് ക്യൂബ്സ് ആക്കിയിട്ട് ഒരു ബോക്സിലേക്ക് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇത് റോബസ്റ്റ പഴം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പഴമൊന്നും ഇപ്പം അങ്ങനെ തൊലിച്ച് വെക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. നമുക്ക് ഇങ്ങനെ പീസാക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ ക്യാരറ്റും അതിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ ഡേറ്റ്സും ഇങ്ങനെ പഴമോ ഒക്കെ ആയിട്ട് മാറിയിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കുക. അപ്പോൾ എന്തായാലും ഞാനിത് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ച് നേരം ഫ്രീസ് ചെയ്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞിയിലേക്കുള്ള റവയും വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്കുള്ള ഉള്ളിയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്.
പിന്നെ ഇതാ നമ്മൾ വേവിച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഈ ഒരു ബോക്സിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതുപോലെ കുറച്ച് നേരം ഫ്രീസ് ചെയ്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് എല്ലാം അടർത്തി മാറ്റിയിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ അതിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടും അതുപോലെ ഒരു ബോക്സിലേക്ക് ആക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഫ്രീസ് ചെയ്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് എല്ലാം അടർത്തി മാറ്റിയിട്ട് പിന്നെ ഫ്രീസറിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം നമ്മൾ ചൂടൊക്കെ ആറിയതിന് ശേഷം റൂം ടെമ്പറേച്ചറിലായിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ചും കൂടെ സവാള ആവശ്യമുണ്ട്. കറിയിലേക്കൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഉപ്പേരിയിലേക്കും ഒക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും അതുപോലെ സ്പ്രിംഗ് റോളിലേക്കുള്ള ഫില്ലിങ്ങും റെഡിയാക്കണം. അപ്പോൾ അതിലേക്കും നമുക്ക് സവാള ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ കട്ട് ചെയ്യണത്. ഇത് തരിക്കഞ്ഞിയിലേക്കുള്ള സവാള മൂപ്പിച്ചെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുപോലൊരു ബോക്സിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ പോർഷനിലാണ് വെക്കുന്നത്, ഫ്രീസറിലല്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വേവിച്ചതും പഴമൊക്കെ നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത്. പിന്നെ ഇത് റവ നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി, വറുത്തെടുത്ത റവ. നമ്മളിവിടെ ഡെയിലി തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതാണ് പിന്നെ ഇത്രയും റവ അങ്ങനെ വറുത്തെടുത്തത്. സ്പ്രിംഗ് റോളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനുള്ള സവാളയാണ് കേട്ടോ. ഇത് നമുക്ക് ഉപ്പേരിയും കറിയൊക്കെ വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാ ഇതുപോലെ ഒന്നും കൂടെ കുറച്ച് നേരം ഫ്രീസാക്കിയതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഫ്രീസ് ആയതിന് ശേഷമാണ് നമ്മൾ ക്യൂബ്സ് ആക്കിയിട്ട് അങ്ങനെ ഒരു ബോക്സിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് റോൾ ഫില്ലിങ്ങിലേക്കുള്ള ക്യാപ്സിക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. സവാള ഏകദേശം വഴഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ കീമയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അല്ലാതെ ചിക്കനിൽ ബോൺസൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. കീമ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സവാളയിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കനൊക്കെ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ക്യാപ്സിക്കൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് റോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയിലേക്കൊക്കെ വറവിടാൻ വേണ്ടിയിട്ടുള്ള സവാള ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഫില്ലിങ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഷ്രെഡഡ് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്പ്രിംഗ് റോൾ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമുക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റിൽ ഇതെല്ലാം വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. മൈദപ്പശ ഉണ്ടാക്കിയിട്ടില്ല. വെള്ളത്തിലൊന്ന് തൊട്ട് കൊടുത്തിട്ട് ഇതിലൊന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ സ്റ്റിക്കായി നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ പഴമൊക്കെ ഇതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അടർത്തി മാറ്റിയിട്ട് വെക്കണമെന്ന്. കുറച്ചൊന്ന് ഫ്രീസായതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് നമുക്കിങ്ങനെ കൈകൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെയും ഫ്രീസറിൽ വെച്ചാലും അതങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ക്യൂബ്സും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും പ്രിപ്പറേഷൻസൊക്കെയാണ് ഞാൻ ഇത്തവണത്തെ നോമ്പിന് ചെയ്തിട്ടുള്ളത്. ഇനിയും കുറച്ചൊക്കെ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, പക്ഷേ ഇത്രയാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനി പറ്റുകയാണെങ്കിൽ വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. ഇനി നമുക്ക് റമദാൻ വീഡിയോസായിട്ട് കാണാം.